friends, welcome back to our channel. Plus 2 Maths board exam വേണ്ടി തയ്യാറെടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നും 90% ഓൾമോസ്റ്റ് റിപ്പീറ്റഡ് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിനാണ് ഓൾറെഡി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. 3 മാർക്കിന് പ്രൂഫും 1 മാർക്കിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂമാണ് ബോർഡ് എക്സാം ചോദിക്കുള്ളത്. പ്രൂവ് ദാറ്റ് tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2. അപ്പോൾ ഇതിൻ്റെ പ്രൂഫാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് കേൾക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വാല്യൂ, അതായത് tan inverse 2/11 plus tan inverse 7/24 എന്ന വാല്യൂ LHS ആണ്. അത് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. LHS is equal to tan inverse 2/11 plus tan inverse 7/24. ഇതിന് ഓൾറെഡി നമുക്ക് മുന്നേ ഉള്ള ട്രിഗണോമെട്രിക്കിൻ്റെ ഇക്വേഷൻസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy എന്നുള്ള ഒരു ഇക്വേഷൻസ്. ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് ഇവിടെ പ്ലസ് ആൻഡ് ഇവിടെ മൈനസ്. tan inverse x മൈനസ് tan inverse y എന്ന് വരികയാണെങ്കിൽ മുകളിൽ മൈനസും താഴെ പ്ലസും അത്ര ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഇനി പൊതുവെ പ്ലസ് ഉള്ളത് മൈനസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഇക്വേഷൻ പ്ലസിൻ്റെ ഇവിടെ മൈനസ് ആയി കഴിഞ്ഞാൽ ഇവിടെ മൈനസും ഇവിടെ പ്ലസുമായി മാറുന്നതാണ്. അപ്പോൾ നമുക്ക് വേറെ ഇക്വേഷനിലേക്ക് എടുക്കാം. നമ്മളോട് പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യാം, tan inverse 2/11 plus tan inverse 7/24 ആണ് LHS. അപ്പോൾ ഈ 2/11 എക്സും 7/24 വൈയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിച്ചു. അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 2/11 എക്സും കൊടുത്തു, 7/24 വൈ എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻസ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ tan inverse x, that means 2/11 plus y, which means 7/24 divided by 1 minus xy. X means 2/11 into y. Y means 7/24. tan inverse ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലം 24 into 2 which means 48 plus 11 into 7 77 divided by 11 into 24 means 264 divided by 1 minus 2/11 into 7/24. അപ്പോൾ അതിന് എന്ത് ചെയ്യുക, ആദ്യം 2/11 into 7/24 അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 1 minus 2 into 7 is equal to 14 divided by 11 into 24 means 264. tan inverse 48 plus 77 that's equal to 125 divided by 264 all divided by 1 minus 14 divided by 264 എന്നത് നമ്മൾ എന്ത് ചെയ്യും, 1 minus 14 264 എന്നുള്ളത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ സെയിം ആക്കാം. അപ്പോൾ 264 minus 14 divided by 264 that's equal to 264 minus 14 എന്ന് വെച്ചാൽ 250 divided by 264 250 divided by 264. ഓക്കെ, ഇതിൽ 264 ഡിനോമിനേറ്ററും നമ്മൾ എന്ത് ചെയ്ത് രണ്ടും ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് tan inverse 125 divided by 250 which means tan inverse 1/2
ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2. ഇനി നമ്മൾ നോക്കുക, ഈ ടാൻ ഇൻവേഴ്സ് 1/2 എന്നുള്ളത് മുകളിൽ പറഞ്ഞുള്ള ടാൻ ഇൻവേഴ്സ് 1/2 RHSുമായിട്ട് എന്താ ഈക്വൽ നമുക്ക് കിട്ടി. അതുകൊണ്ട് എന്ത് ചെയ്യുക, therefore LHS അതായത് ലെഫ്റ്റിലുള്ളത് that's equal to RHS. Hence the equation is proved. Prove that tan inverse 2/11 plus tan inverse 7/24 is equal to tan inverse 1/2. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ LHS എടുത്ത്, LHS എന്ന് വെച്ചാൽ tan inverse 2/11 plus tan inverse 7/24. നമ്മൾ ഓൾറെഡി ഉള്ളൊരു ഇക്വേഷൻ ആണിത്. tan inverse x plus tan inverse y is equal to tan inverse h plus y divided by 1 minus hy എന്നുള്ളത്. നമ്മൾ ഈ ടേബിൾ എന്ത് ചെയ്ത് 2/11 x കൊടുക്കുക, 7/24 നമ്മൾ y കൊടുത്തിട്ട് അത് എന്ത് ചെയ്യുക, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ tan inverse h plus y which means 2/11 plus y that means 7/24 divided by 1 minus 2/11 into 7/24. നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലോട്ട് tan inverse 1/125 divided by 264 divided by 250 into 264 എന്നാക്കി. അത് 264 ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് tan inverse 125 divided by 250. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് എന്തൊരു tan inverse 1/2. ഈ tan inverse 1/2 എന്നുള്ളത് RHSുമായിട്ട് എന്താണ് ഈക്വൽ വാല്യൂ ആണ്. ഈക്വൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ LHS, therefore LHS is equal to RHS. Hence the equation is proved. Second question ആണ്, prove that 3 sin inverse h is equal to sin inverse 3h minus 4h cube എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു വലിയ ടേം ആയിട്ട് കാണപ്പെടുന്നത് എന്താണ്, RHS ആണ്. അപ്പോൾ RHS എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂഫിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ RHS is equal to sin inverse 3h minus 4h cube നമ്മത് എടുത്തു എഴുതി. ഇനി നമുക്ക് പൊതുവെ അറിയാവുന്നൊരു ഇക്വേഷനാണ് സൈൻ ഇൻവേഴ്സ് സൈൻ 2θ ഈസ് ഈക്വൽ ടു എന്നത് 2θ ആയിരിക്കും. ഇനി ഇവിടെ സൈൻ ഇൻവേഴ്സ് സൈൻ 3θ എന്നാണെങ്കിൽ എന്തായിരിക്കും 3θ, 5 ആണെങ്കിൽ 5θ. അതായത് സൈൻ ഇൻവേഴ്സ് സൈൻ അതിൻ്റെ ആംഗിൾ എത്ര വരുന്നുവോ ആ ആംഗിൾ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു ടേമിന്, അതായത് RHS ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3h മൈനസ് 4h ക്യൂബ് എന്നതിനെ ഈ ഒരു സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യാം, നമ്മളിവിടെ എക്സ് ടേം ഉണ്ട്. ആ എക്സ് ടേമിൽ എന്ത് ചെയ്യാം, സൈനിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടേമിലേക്ക് ഈ ഒരു ഇക്വേഷൻസിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിന് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് നമുക്ക് കൊടുക്കണം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഈ ഒരു പ്രശ്നം നമ്മൾ ഒന്ന് ഓർത്തിരിക്കണം. നമുക്കിതിൽ എന്ത് ചെയ്യാം, എക്സിന് പകരം സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതിയിടാം. ഇറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3h. എക്സിൻ്റെ ടൈമിൽ നമ്മൾ സൈൻ തീറ്റ എന്ന് ഓൾറെഡി കൊടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ സൈൻ എന്ന് കൊടുത്തു. ഇത് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ രൂപമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പോകാം. ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 3θ ആണ്. ഇക്വേഷനിൽ ഓൾറെഡി ഉള്ളതാണ്, ഒരു ഇക്വേഷനുള്ളതാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ 3θ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് 3θ. സൈൻ ഇൻവേഴ്സ് സൈൻ 3θ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ 2θ ഇസ് ഈക്വൽ ടു 2θ ഉണ്ടല്ലോ. അതായത് സൈനിനോട് കൂടെ സൈൻ ഇൻവേഴ്സിനോട് കൂടെ സൈനും വന്നു കഴിഞ്ഞാൽ ആ ആംഗിൾ എന്താണോ അത് എടുത്തെഴുതുക. ദാറ്റ്സ് ഈക്വൽ ടു 3θ. ഇനി നമുക്കറിയാം ഇവിടെ തീറ്റയുടെ വാല്യൂ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണെന്ന് അറിയാം. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതിയതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 3 സൈൻ ഇൻവേഴ്സ് എക്സ്. ഹൻസ് LHS RHS ഇസ് ഈക്വൽ ടു LHSുമായിട്ട് ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. Therefore LHS is equal to RHS. Hence the equation is proved. 3 sin inverse h is equal to sin inverse 3h minus 4h cube. That's the question.
ആദ്യം തന്നെ നമ്മൾ ആർ എച്ച് എസ് എടുത്ത് ആർ എച്ച് എസ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3h മൈനസ് 4h ക്യൂബ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷനാണ് സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ അതല്ലെങ്കിൽ സൈൻ 3 തീറ്റ അതല്ലെങ്കിൽ സൈൻ 5 തീറ്റ ഏതും ആയിക്കോട്ടെ തീറ്റ അതായത് ഈ ആംഗിളിൻ്റെ വാല്യൂ എന്താണ് അത് മാത്രം എടുത്ത് എഴുതുക, അതാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിലാക്കണം. ഈ ആർ എച്ച് എസ് എന്ന് പറയുന്നതിനെ ഈ ഒരു ഇക്വേഷൻസിലാക്കി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൂഫ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഈ ഒരു പരുവത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് സൈൻ ഇൻവേഴ്സ് ഈ എച്ച് എന്നുള്ള വാല്യൂ ഉണ്ടല്ലോ, എച്ചിന് പകരം എന്ത് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന് കിട്ടണം. ഇവിടെ സൈൻ ഇൻവേഴ്സ് 3h എന്നതിന് പകരം സൈൻ ഇൻവേഴ്സ് സൈൻ എന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്ത് എച്ചിന് നമ്മൾ എന്ത് ചെയ്ത് സൈൻ തീറ്റ എന്ന് കൊടുത്തു. എച്ചിന് സൈൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എച്ച്. ഇതിനെ സൈന് അപ്പുറത്തേക്ക് പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ആയി മാറി. അടുത്ത സ്റ്റെപ്പിൽ നോക്കും സൈൻ ഇൻവേഴ്സ് എച്ചിൻ്റെ ടൈമിലെല്ലാം എന്ത് ചെയ്യാം, സൈൻ തീറ്റ എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതുകയാണ് ചെയ്യുന്നത്. സൈൻ ഇൻവേഴ്സ് ഇൻറ്റു 3 സൈൻ തീറ്റ മൈനസ് 4 എച്ചിൻ്റെ ടൈമിൽ സൈൻ ക്യൂബ് തീറ്റ. ഓക്കെ, ഇനി നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഇക്വേഷനാണ്. ഷോർട്ടായി എഴുതുമ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ എന്നാണ് അതിൻ്റെ അത് നമുക്ക് കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സും സൈനും കൂടെ വന്നു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ വാല്യൂ മാത്രം എടുത്ത് എഴുതാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, 3 തീറ്റ എന്ന് വന്നാൽ ഇവിടെ എന്ത് ചെയ്യാം, ഈക്വൽ ടു 3 തീറ്റ മാത്രം. ഇനി തീറ്റ എന്നത് നമ്മൾ എന്ത് ചെയ്ത് സൈൻ ഇൻവേഴ്സ് എച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ മുന്നേ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ തീറ്റയ്ക്ക് പകരം ഈ ഒരു വാല്യൂ എടുത്ത് എഴുതാം. അപ്പോൾ 3 തീറ്റയ്ക്ക് പകരം സൈൻ ഇൻവേഴ്സ് എച്ച് എന്നാണല്ലോ, 3 സൈൻ ഇൻവേഴ്സ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു LHS. അപ്പോൾ ഹെൻസ് ദി ഇക്വേഷൻ ഇസ് പ്രൂവ്ഡ് LHS ഇസ് ഈക്വൽ ടു RHS എന്ന് നമുക്ക് കിട്ടി.